ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ UNNITECH എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഇലക്ട്രോടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുകയാണെന്നത് എങ്ങനെയാണ് നമുക്ക് എക്സ്റ്റൻഷൻ ബോർഡ് നിർമ്മിക്കാൻ പറ്റുക എന്നതിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ്. ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ രണ്ട് ടൈപ്പ് എക്സ്റ്റൻഷൻ ബോർഡുകളെ പറ്റി പറയുന്നുണ്ട്. ഒന്ന് നമ്മുടെ ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന എക്സ്റ്റൻഷൻ ബോർഡും രണ്ടാമത്തേത് വർക്ക് ആവശ്യത്തിനായിട്ടുള്ള എക്സ്റ്റൻഷൻ ബോർഡുകളെ പറ്റിയുമാണ് ഇന്നത്തെ നമ്മുടെ ഈ ടോപ്പിക്കിൽ ഉള്ളത്. അതിൽ നമുക്ക് പ്രധാനമായിട്ടും എങ്ങനെയാണ് അതിന്റെ കണക്ഷൻ കാര്യങ്ങൾ വ്യത്യസ്തമാവുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് നേരിട്ട് വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം. നമുക്ക് എക്സ്റ്റൻഷൻ ബോർഡിൻ്റെ വയറിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് ഞാൻ ആദ്യമായിട്ട് എടുത്തിട്ടുള്ളത് 2 സ്വിച്ച് 2 സോക്കറ്റിൻ്റെ ഒരു ആണ്. ഇതിൽ ഞാനിപ്പോൾ 2 സ്വിച്ചും 2 സോക്കറ്റും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് വയറിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യമായിട്ട് നമ്മുടെ സേഫ്റ്റിയുടെ ഭാഗമായിട്ടുള്ള എർത്ത് വയറാണ് കണക്ട് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്രീൻ വയറാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ സോക്കറ്റിൻ്റെ എർത്ത് പോയിന്റിൽ നിന്നും അടുത്ത സോക്കറ്റിൻ്റെ എർത്ത് പോയിന്റിലേക്ക് ലിങ്ക് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് രണ്ടാമത്തെ കണക്ഷൻ നോക്കാം. അതിനായിട്ട് നമുക്ക് സ്വിച്ചിൻ്റെ ടോപ്പ് വശത്തു നിന്നും സോക്കറ്റിൻ്റെ ഇടത് വശത്തേക്ക് ഒരു ഫേസ് വയർ കണക്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ അടുത്ത സ്വിച്ചിൽ നിന്നും സോക്കറ്റിലേക്ക് ഇതേപോലെ ഫേസ് വയറുകൾ കണക്ട് ചെയ്തെടുക്കുക. ഇലക്ട്രിക്കൽ നിയമപ്രകാരം സോക്കറ്റിൻ്റെ വലതുവശത്താണ് സ്വിച്ചിൽ നിന്നുള്ള ഫേസ് എപ്പോഴും ലഭ്യമാകേണ്ടത്. ആ രീതിയിലുള്ള കണക്ഷനാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. അടുത്തതായി നമുക്ക് ചെയ്യേണ്ടത് ന്യൂട്രൽ കണക്ട് ചെയ്യാം. അതിനായി സോക്കറ്റിൻ്റെ വലതുവശത്ത് നിന്നും അടുത്ത സോക്കറ്റിൻ്റെ വലതുവശത്തേക്കായിട്ട് ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു ബ്ലാക്ക് വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് സ്വിച്ചിൻ്റെ ഫേസ് കണക്ഷന് വേണ്ടിയിട്ടുള്ള ലിങ്കാണ്. അതിനായി ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു യെല്ലോ വയർ 2 സ്വിച്ചുകളുടെയും അടിഭാഗങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന രീതിയിൽ കണക്ഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്താണുള്ളത് പുറത്തു നിന്നുള്ള കേബിളിൻ്റെ കണക്ഷൻ. 3 വയറുകൾ എങ്ങനെ ഇതിലേക്ക് കണക്ട് ചെയ്യാം എന്നതിനെ പറ്റിയാണ് നോക്കുന്നത്. അതിനായിട്ട് നമുക്ക് അതിൻ്റെ കേബിളുകൾ എർത്ത്, ന്യൂട്രൽ, ഫേസ് എന്നിവ കണക്ട് ചെയ്തെടുക്കാം. ചിത്രത്തിൽ കാണുന്നത് പോലെ യെല്ലോ, ബ്ലാക്ക്, ഗ്രീൻ എന്നീ വയറുകൾ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. യെല്ലോ വയർ ഫേസിനും ബ്ലാക്ക് വയർ ന്യൂട്രലിനും ഗ്രീൻ വയർ എർത്തിനുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ കൃത്യമായിട്ട് തന്നെ 3 പിൻ ടോപ്പിൽ കണക്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. അതിൽ നമുക്ക് യെല്ലോ വയർ ലൈൻ എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റിലും ബ്ലാക്ക് വയർ ന്യൂട്രൽ എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റിലും ഗ്രീൻ വയർ എർത്ത് എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റിലും വേണം പ്ലഗ് ടോപ്പിൽ കണക്ട് ചെയ്യാനായിട്ട്. ഇങ്ങനെയാണ് നമ്മൾ ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഒരു എക്സ്റ്റൻഷൻ ബോർഡ് നിർമ്മിക്കുന്നത്. ഏകദേശം നമുക്ക് 1 സ്ക്വയറിൻ്റെ വയർ യൂസ് ചെയ്താൽ മതി. മാക്സിമം നമുക്ക് 2 ആംപിയർ വരെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള എക്സ്റ്റൻഷൻ ബോർഡാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ വയർ ഞാൻ നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി മാത്രം ഫ്രീ ആയിട്ട് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. നമുക്ക് നല്ല വൃത്തിയിൽ കൃത്യമായിട്ട് തന്നെ ബോർഡിലേക്ക് കണക്ഷൻ ടെർമിനലുകൾ വയർ കൃത്യമായി എടുത്ത് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഇങ്ങനെ കാണിച്ചതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് വയറുകളുടെ കണക്ഷൻ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫ്രീ ആയിട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഒരു എക്സ്റ്റൻഷൻ ബോർഡ് ചെയ്യുമ്പോൾ എപ്പോഴും കൃത്യമായിട്ട് തന്നെ കൃത്യമായ അളവെടുത്ത് അളവിന് തന്നെ മുറിച്ച് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വർക്ക് ആവശ്യത്തിനായിട്ടുള്ള എക്സ്റ്റൻഷൻ ബോർഡ് എങ്ങനെ നിർമ്മിക്കാമെന്നതിനെ പറ്റിയാണ്. അതിന് കണക്ഷനുകൾ മറ്റെല്ലാം സെയിം തന്നെയാണ്. പക്ഷേ നമ്മുടെ സോക്കറ്റിലുള്ള 2 ന്യൂട്രൽ വയറുകളും അതേപോലെ സ്വിച്ചിലേക്ക് വരുന്ന ഫേസും 2 ആയിട്ട് തന്നെ എടുക്കുക. അങ്ങനെ വേണം നമുക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഞാനിവിടെ 2 ബ്ലാക്ക് വയറുകൾ 2 സോക്കറ്റിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അത് കൂട്ടി ജോയിൻറ്റ് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ 2 സ്വിച്ചിൽ നിന്നുള്ള 2 വയറുകളും സെപ്പറേറ്റഡ് എടുത്തിട്ടുണ്ട്. അതും സെപ്പറേറ്റ് ജോയിൻ ചെയ്തെടുക്കുക. അതിനുശേഷം ആ വയറുകൾ ഒരുമിച്ച് നമുക്കൊരു ബാക്ക് ലൈറ്റ് കണക്ടറിൽ കണക്ട് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് അടുത്ത ഔട്ടിലേക്കുള്ള വയറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ 2 കണക്ഷനായിട്ട് എടുക്കുന്നത് മൂലം നമുക്ക് മാക്സിമം 4 ആംപിയർ വരെ ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. 2 സോക്കറ്റും 4 ആംപിയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട വയർ മിനിമം 1.5 സ്ക്വയർ mm മുതൽ മേലേക്കുള്ള വയറുകൾ ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ.